നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ഏറെക്കാലം MLA ആയിരുന്നു. കോൺഗ്രസിന്റെ നേതാവായി ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്തും പ്രതിപക്ഷ നേതാവായതിനു ശേഷവും മാധ്യമപ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള ഒരാൾ പറയേണ്ടതായിരുന്നോ പറഞ്ഞത് എന്ന് നാം ഒന്ന് ഓർക്കണം. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ, പ്രേക്ഷകർ കേട്ട ഈ വാക്കുകൾ, ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് എന്തിനാണ്? മാധ്യമപ്രവർത്തകരെ അവഹേളിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? മാധ്യമപ്രവർത്തകർ തമ്മിൽ ഒരിക്കലും ഇത്തരമൊരു ഭാഷ ഉപയോഗിക്കാറില്ല. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ ക്യാമറാമാൻ എന്ന് വെച്ചാൽ റിപ്പോർട്ടർമാരോടാണ് പറയുന്നത്. നിങ്ങളുടെ ക്യാമറാമാൻ വരാൻ വൈകിയാൽ നിങ്ങൾ ക്യാമറാമാൻമാരെ എങ്ങനെയാണോ വിളിക്കുന്നത് അതുമാത്രമേ KPCC പ്രസിഡന്റ് വിളിച്ചിട്ടുള്ളൂ, ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ വാക്ക് നിങ്ങളും പലപ്പോഴും ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കണ്ടത്. അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും നാം കണ്ടു. ഒരു മാധ്യമപ്രവർത്തകൻ പോലും അങ്ങനെ പറയാറില്ല, അങ്ങനെ വിളിക്കാറില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. എന്തു പറഞ്ഞാലും അത് കേട്ടു നിൽക്കുന്നവരായി നമ്മുടെ മാധ്യമപ്രവർത്തകർ മാറുകയാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഈ സംഭവത്തിൽ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവിനെ തെറി വിളിച്ച KPCC പ്രസിഡന്റ്, ആ പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിലാണ് തെറി വിളിക്കുന്നത്. മുമ്പിൽ ക്യാമറയൊക്കെ നിൽക്കുന്നു. അപ്പോഴാണ് മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത്. അതിന് പ്രതിപക്ഷ നേതാവ് തന്നെ വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട് K. സുധാകരനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോഴാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഈ സംഭവത്തോട് ഉപമിക്കുന്നത്. ആ വാക്കുകൾ നമുക്ക് മുഴുവൻ കേൾക്കാം. രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തെ ചൊല്ലി വലിയ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. അതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് പ്രതികരിക്കേണ്ടിയുമോ? അല്ല, അത് നിങ്ങളത് വലിയ വാർത്തയാക്കി. എന്താ സംഭവം? എന്താ വലിയ വാർത്തയാക്കേണ്ടതിന്റെ എന്ത് കാരണം ഉണ്ടായത്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് KPCC പ്രസിഡന്റ് അത് പറഞ്ഞത്. കാരണം 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ KC വേണുഗോപാൽ കൂടി ആലപ്പുഴയിലുള്ള സാഹചര്യത്തിൽ സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് പത്രസമ്മേളനം വൈകുമെന്ന് പറഞ്ഞു. അപ്പൊ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് YMCA ഒരു പരിപാടിയിൽ ഒരു ന്റെ പേരിലുള്ള ഒരു ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ സ്വല്പം വൈകി. അപ്പൊ പ്രസിഡന്റ് ചോദിച്ചു, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. ഇത് നമ്മൾ സഹപ്രവർത്തകർ തമ്മിൽ പറയണല്ലേ, നിങ്ങൾ അതിന്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കും. നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല, ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിക്കില്ല. അത്രയും അല്ല, അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതല്ല, അതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും, ആ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒരാളാണ്. അപ്പൊ ഇവൻ എവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് കണ്ടിട്ട് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ പിന്നെ അത് 11:05 വന്നിട്ട് കാര്യങ്ങളൊന്നും എനിക്ക് കുറച്ചുകൂടി അങ്ങനെ അറിയാം. 10:55 വന്ന് പത്രസമ്മേളനം നടത്താമോ? നിങ്ങൾ ആലോചിക്കേ. അപ്പൊ ഞാൻ ആ കറക്റ്റ് 11:05 എത്താൻ വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു വരുവാണ്. അവിടെ ഞാൻ 10 മിനിറ്റ് 12 മിനിറ്റ് എടുത്തുള്ളൂ, പാഞ്ഞു വരുവാണ്. അപ്പൊ അദ്ദേഹം അതിന് മുമ്പ് കയറി. ഞാനിപ്പോ എത്തിയെന്ന് വിചാരിച്ചിട്ട് എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പൊ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങൾ വലിയ വാർത്തയാക്കി. അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവൻ എവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി. സമ്മതിച്ചേ? ആ രാജി ഇതിന് അവൻ എവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചതിന് ഞാൻ ഇപ്പൊ ഇവര് എന്റെ സഹപ്രവർത്തകരാ. ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ച് എന്നെക്കാൾ പ്രായത്തിൽ കുറവാണ്. ഞാൻ പറഞ്ഞ കിട്ടിയത് നിങ്ങൾ ഓടും. എന്ത് കല്ലേടി? അത് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണ് ചിലപ്പോ ശ്രദ്ധിക്കും ബൈക്കുള്ളതുകൊണ്ട്. അത് ഇങ്ങനെ എവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. ഞങ്ങളെ രാവിലെ വന്നതും അല്ലെ നിങ്ങളെ നമുക്ക് ഇഷ്ടമല്ലേ ഒന്നുമില്ലെങ്കിൽ അല്ലല്ലേ. ആദ്യം വേറെ എന്ത് സംശയമുണ്ട്? പുതുപ്പള്ളിയിൽ എന്താ പറഞ്ഞത്? ഞാൻ പറയാം ആദ്യം ഒന്ന്. ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞ അല്ലല്ലേ, കോമഡി അല്ല. ഇതൊക്കെ നമ്മൾ ഒരാളെ നമ്മൾ കാത്തിരിക്കുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു വാചകം കൂടി പറഞ്ഞത് നിങ്ങൾ വിട്ടുപോയി. ഈ പത്രക്കാരൊക്കെ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ട് ഇവരെവിടെ പോയി കിടക്കുവാന്ന് ചോദിച്ചു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലല്ലേ, നിങ്ങളോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം സിദ്ദിഖും ഷാനിമോളൊക്കെ വന്ന് പല പ്രാവശ്യം സംസാരിച്ചു. ഇപ്പം എത്തും. ഇത് നിങ്ങൾക്കറിയാമല്ലോ 10:55 പത്രസമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലെന്ന്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്താ
ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് എൻ്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയണ രീതിയാണത്. മനസ്സിലായി? ഏതെന്ന് കേസ് വേണമല്ല. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിനു മുമ്പും ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിച്ച കുറേ കാര്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ആ കാര്യമൊക്കെ പറയാൻ വിളിച്ചു. സഹോദര ബന്ധമല്ല, സുഹൃത്ത് ബന്ധത്തിലും സഹോദര ബന്ധത്തിലുമൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം. എന്തിന് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചല്ലേ മോശമായിട്ട് പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ മോശം വാക്ക് എനിക്കെതിരെ ഉപയോഗിച്ചെന്ന്. അപ്പോൾ അത് ആദ്യം പറയട്ടെ, അത്രയേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് വേറെയല്ലേ, ഞങ്ങൾ എത്ര പ്രാവശ്യമാണ് ഒരുമിച്ച് യാത്ര ചെയ്യുമല്ലേ? സമരാഗ്നി വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പോലെ ഞങ്ങൾ എത്ര നേരമാണ് ഒരുമിച്ചിരിക്കുന്നത്. ഈ കാര്യമൊന്നും സംസാരിച്ചില്ല. ഈ കാര്യം ഭയങ്കര വാർത്ത വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ വാർത്ത ഇരിക്കണമെന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട്. അത്രയേ ഉള്ളൂ. അപ്പോൾ പുള്ളി ചോദിച്ചാൽ എനിക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. വാർത്ത വന്നുകൊണ്ട് അദ്ദേഹം വന്ന് നിങ്ങളോട് പറയില്ല. ഞാൻ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് കാണാറുണ്ട്. അപ്പം നിങ്ങൾ വലിയ വാർത്ത വന്നു, വലിയ വാർത്തയായി. നിങ്ങൾ വേണമെങ്കിൽ ആക്കിക്കോ. ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ രണ്ടുപേരും കൂടി നടത്തേണ്ട ഒരു കാര്യം. ഞാൻ വഴിയിൽ അദ്ദേഹം അവിടെ വന്നിരുന്നിട്ട് 5-10 മിനിറ്റ് ആയി, അല്ലെ 5 മിനിറ്റ് കൂടുതലായി. ഇവരെ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അതിനെന്താന്ന്